കഴിഞ്ഞ ദിവസം ഇവിടെ സഹോദരി തൻ്റെ മിന്നുമാലം നഷ്ടപ്പെട്ട് 3-4 ദിവസമായി കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു, എൻ്റെ മിന്നുമാല നഷ്ടപ്പെട്ടു. മിന്നുമാല നഷ്ടപ്പെട്ടു, എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. കുളിക്കാൻ പോയി കുളിക്കടവിലും എല്ലായിടത്തും അന്വേഷിച്ചു, ഇല്ല. വീട് അടിച്ചു വാരി മുറ്റവും പറമ്പുകളെല്ലാം കരികലെല്ലാം പെറുക്കി, ഒരു കരികൽ പോലും വീട്ടിലില്ലാത്ത വിധത്തിൽ പറമ്പെല്ലാം വൃത്തിയാക്കി. ഒരിടത്തുമില്ല, വീട്ടിലൊരിടത്തുമില്ല. എന്തു ചെയ്യും? ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് അവസാനം 5 മണിയായി ക്ഷീണിതനാണ്. ഇവരോട് എന്താ പറഞ്ഞു വിടേണ്ടിയേ എന്ന് ഞാൻ ചോദിച്ചു. എന്താ പറഞ്ഞു വിടേണ്ടിയ? ആശ്വാസവാക്ക് എന്ത് കൊടുക്കണം? മിന്നുമാലിയാണ്. മിന്നുമാലി ആയതുകൊണ്ടാണ് സങ്കടം, കരച്ചിലാണ്. ഞാൻ ചോദിച്ചു. അപ്പോൾ ഈശോയോട് പറഞ്ഞു, കാവൽമാലാഖയോട് സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ കാവൽമാലാഖയെ ഞാൻ നിന്നെ വണങ്ങുന്നു, എൻ്റെ കാവൽമാലാഖയെ ഞാൻ നിന്നെ വണങ്ങുന്നു, എൻ്റെ കാവൽമാലാഖയെ ഞാൻ നിന്നെ വണങ്ങുന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കാവൽമാലാഖയെ നീ പോയി ഈ നിൽക്കുന്ന സഹോദരിയുടെ കാവൽമാലാഖയെ ഒന്ന് വണങ്ങണമേ, ഈ നിൽക്കുന്ന സഹോദരിയുടെ കാവൽമാലാഖയെ ഒന്ന് വണങ്ങണമേ, വണങ്ങണമേ. 3 പ്രാവശ്യം ഞാൻ കാവൽമാലാഖയോട് പറഞ്ഞു അവിടെ പോയി വണങ്ങാൻ. ആ കാവൽമാലാഖയെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരിക, നമുക്ക് ഈശോയെ ആരാധിക്കാം. ആ 2 കാവൽമാലാഖയെ ഞാനും കൂടെ ദൈവത്തെ 5 മിനിറ്റ് നേരം ആരാധിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാവൽമാലാഖയെ നീ ചെന്ന് അവളുടെ കാവൽമാലാഖയോട് പറയുക, അത് എവിടെ വെച്ചാണ് പോയത്, എങ്ങനെയാണ് പോയത്, എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അത് എവിടെ കിടക്കുന്നു, അതിനൊരു ക്ലൂ അവർക്ക് കൊടുക്കൂ. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് നമുക്ക് സ്തുതിക്കാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് നേരം സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, പോയി ആ മാല എടുത്തിട്ട് ചിരിച്ചുകൊണ്ട് ഈ നിരാശയൊക്കെ മാറ്റി, കരച്ചിൽ മാറ്റി, ചിരിച്ചുകൊണ്ട് ഇവിടെ ഇനി വരണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയി മാല എടുത്തുകൊള്ളാൻ പറഞ്ഞു. ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്ന് എനിക്കറിഞ്ഞോടെ ദൈവത്തിൽ വിശ്വസിച്ചു. അവൾ നേരെ 5 മിനിറ്റ് പോയി ബൈക്കിനെ വന്ന് സ്കൂട്ടറിനാണ് വന്ന് 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി. ഞാൻ തിരിച്ച് പള്ളിയിൽ വന്ന് ആശീർവാദത്തിന് വേണ്ടി താങ്ക്സിന് അവിടെ നിൽക്കുമ്പോൾ ഫോൺ വന്നിരിക്കുന്നു. അച്ഛാ, എൻ്റെ മാല കിട്ടി. എവിടെ കിട്ടി? ഞാൻ ബാത്റൂമിലോട്ട് പോയി, നേരെ ബാത്റൂമിലോട്ട് ചെന്നു. ബാത്റൂമിൽ ചെന്നപ്പോൾ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഇടയിലെ ട്യൂബേൽ, ഫ്ലഷ് ടാങ്കും അതിനോട് ഇടയ്ക്ക് ട്യൂബേൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഡ്രസ്സ് മാറിയപ്പോൾ അതവിടെ വീണത് അറിഞ്ഞില്ല. 4-5 ദിവസമായിട്ട് ഞാൻ പറയുമായിരുന്നു, നമ്മുടെ കാവൽമാലാഖ നമുക്കുണ്ട്. കാവൽമാലാഖയുടെ സഹായം നമ്മൾ ചോദിക്കണം. നമുക്ക് ഇടപെടാൻ പറ്റാത്തത് കാണാം, നമുക്ക് ഇടപെടാനായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കാവൽമാലാഖ ഇടപെടും. ഇത്രേ ചെയ്തുള്ളൂ. കാവൽമാലാഖ കാണിച്ചു കൊടുത്തു. ഇവിടെ നേരെ അവൾ ബാത്റൂമിലോട്ടാണ് പോയത്. ബാത്റൂമിൽ ചെന്നിട്ട് ഇതിനിടയിലോട്ട് നോക്കി. ഒരു പ്രേരണ കൊടുക്കുന്ന കാവൽമാലാഖ അത് ലഭിച്ചു. അന്ന് സാക്ഷ്യം ഇന്ന് നാളെ വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നില്ല. എന്ന് പറഞ്ഞോളും അവരോട് എന്ന് പറഞ്ഞോളും. ഞാൻ പറയുകയാണ്, നമുക്ക് കാവൽമാലാഖയുടെ സഹായം വാങ്ങണം. ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ദൈവം കാവൽമാലാഖയെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.